കോൺഗ്രസും 30 സി ക്ലാസ് മണ്ഡലങ്ങളിലേക്കാണ് യുവ നേതാക്കളെ ഇറക്കുന്നത്. ഞാൻ ഒപ്പം ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഇത്തരത്തിൽ യുവ നേതാക്കൾക്ക് സ്ഥാനമുണ്ടോ BJPയിലും LDF CPMയിലും? അല്ല, ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കോൺഗ്രസിൽ നേരത്തെ എല്ലാം അങ്ങ് യുവ നേതാക്കളെ അങ്ങ് പിടിച്ചിരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഒന്നുമില്ല. ഇപ്പോഴാണ് അവർ യുവ നേതാക്കളെ ഇറക്കുന്നത്. നേരത്തെ കടൽക്കിഴവന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അത് എല്ലാ പാർട്ടിയിലും അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പോഴല്ലേ കുറച്ച് യുവതലമുറയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. കോൺഗ്രസിൽ കൂടുതലാണ്. പണ്ട് മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, മന്ത്രിമാരെന്നൊക്കെ പറയുന്നത് 50, 60 കഴിഞ്ഞ ആൾക്കാരെ എടുക്കത്തുള്ളായിരുന്നു. അത്രയും തഴക്കവും പഴക്കവും ഉള്ളവർ മാത്രമേ മന്ത്രിതലത്തിലേക്ക് വരാൻ പാടുള്ളൂ, അല്ലെ അങ്ങനെ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പോൾ കോൺഗ്രസ്സിലെ അതിനൊരു മുൻതൂക്കം നൽകി യുവാക്കളെ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അതെ, അവര് എന്തായാലും ഇപ്പം ഈ നിലമ്പൂരിൽ ഇങ്ങനെ നല്ലൊരു വിജയം കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സുകാർ പൊതുവെ ഉണർന്നു. ഇവരതുകൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലായിട്ട് ഈ സി ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. സി ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയസാധ്യത ഇല്ലാത്ത ഏറെ വെല്ലുവിളികൾ നേരിടുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ധർമ്മടം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മണ്ഡലമാണ്, ഉറച്ച കോട്ടയാണ്. അല്ലെങ്കിൽ മട്ടന്നൂർ ഇപ്പോൾ KK ശൈലജയാണ്, മുമ്പ് EP ജയരാജനായിരുന്നു. ഇതൊക്കെ പാർട്ടിയുടെ ഉറച്ച കോട്ടയാണ്. കോൺഗ്രസിന് ഇതുപോലെ ഉറച്ച കോട്ടയുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ പലപ്പോഴും സ്ഥാനാർത്ഥികളെ നിർത്തുക എന്ന് പറഞ്ഞാൽ വെറും ചാവേറുകളാക്കി അങ്ങ് നിർത്തുക എന്നാണ്. ഇപ്പോൾ പണ്ട് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചുകൊണ്ടിരുന്ന ജെയ്ക് സി തോമസ് ശരിക്കും പറഞ്ഞാൽ ഒരു ചാവേറാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് ഇനി ഇപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്ന ഈ 30 സി ക്ലാസ് മണ്ഡലങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കോൺഗ്രസും ലീഗും മുമ്പൊരിക്കലുമില്ലാത്ത ഒരൊത്തൊരുമ ഇക്കുറി കാണിച്ചിട്ടുണ്ട്. കാരണം ലീഗാണ് ഈ നിലമ്പൂരിലെ വിജയത്തിന് പിന്നിലുള്ള വലിയ അധ്വാനം നടത്തിയത്. ഇത് ഞാനോ മറ്റുള്ളവരോ പറയുന്ന കാര്യമല്ല, ഇത് കോൺഗ്രസ്സുകാർ തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലീഗിൻ്റെ അധ്വാനമാണ് അവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളം മുഴുവൻ അവർ ലീഗും കോൺഗ്രസുമായിട്ട് വളരെ ഒത്തൊരുമയോടുകൂടി പോയി. കാരണം കോൺഗ്രസിന് സാമ്പത്തികം ഇല്ല, ലീഗിന് സാമ്പത്തികമുണ്ട്. അല്ല, ഇതിനകത്തൊരു ഒത്തൊരുമ വേണം. പലപ്പോഴും ലീഗ് കോൺഗ്രസിൻ്റെ വിജയത്തെ ചോദ്യം ചെയ്യും, ലീഗിൻ്റെ വിജയം കോൺഗ്രസ് ആണ് എന്നൊക്കെ അവകാശപ്പെടുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊരു ഒത്തൊരുമയോടുകൂടി നിന്നുകൊണ്ട് ഈ പറഞ്ഞ 30 സി ക്ലാസ് മണ്ഡലങ്ങൾ അവരവിടെ സ്ഥാനാർത്ഥികളെ അങ്ങ് തീർച്ചപ്പെടുത്തി. ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, അനൗദ്യോഗികമായിട്ട് നിർത്തിയിരിക്കുകയാണ്. പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ 30 പേരോടും പറഞ്ഞു കഴിഞ്ഞു ആ മണ്ഡലത്തിലേക്ക് പോയി പ്രവർത്തിച്ചു കൊള്ളാൻ. ഇനിയും തെരഞ്ഞെടുപ്പിന് 8 മാസം ബാക്കി നിൽക്കുകയാണ്. അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആയിരിക്കും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുക. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഇപ്പോഴേ ആ മണ്ഡലത്തിലേക്ക് പോകാൻ പറഞ്ഞതിൻ്റെ കാരണം, ഒന്ന്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ഒരു മണ്ഡലത്തിലുള്ള പഞ്ചായത്ത് കൂടുതൽ ബന്ധം പുലർത്താനായിട്ട് ഈ സ്ഥാനാർത്ഥികൾക്ക് സാധിക്കും. അവിടുത്തെ മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും തെരഞ്ഞെടുപ്പിലുള്ള ചുമതല ഏറ്റെടുത്തോളാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പഞ്ചായത്തിലുള്ളവരുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടുതൽ പ്രചോദനമാവുകയും ജനങ്ങളുമായിട്ട് കൂടുതൽ സംവദിക്കാനും അവരുമായിട്ട് അടുത്തിടപഴകാനും സാധിക്കും. ഇവൻ മറ്റൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ 2016 കരുനാഗപ്പള്ളിയിൽ നിന്ന് മത്സരിച്ച CR മഹേഷ് ഉണ്ട്, കോൺഗ്രസിൻ്റെ. CR മഹേഷ് തോറ്റുപോയി 16. പക്ഷേ മഹേഷ് അവിടെ തന്നെ നിന്ന് അപാരമായ പ്രവർത്തനമായിരുന്നു. നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞാൽ നല്ല പ്രവർത്തനം. ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു ചെറുപ്പക്കാരനാണ് CR മഹേഷ്. അങ്ങനെ പ്രവർത്തിച്ച് 2021 തകർപ്പൻ വിജയം നേടിയിട്ടുള്ള ആളാണ് മഹേഷ്. അത് മാതൃകയാക്കണമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മഹേഷിൻ്റെ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ട്, കുറച്ച് തൊഴിലുറപ്പ് സ്ത്രീകളാണെന്ന് തോന്നുന്നു, അവരുടെ അടുത്ത് ഭയങ്കര ഇതായിട്ട് സംസാരിക്കുക, അവരെയൊക്കെ കാറിൽ കയറ്റിക്കൊണ്ട്
പോവുകയൊക്കെ ചെയ്തത്. അപ്പം ഞങ്ങളുടെ നായകൻ ഇങ്ങനെയാണ്, ഞങ്ങളുടെ നേതാവ് ഇങ്ങനെയാണെന്ന് ഒരു ടാഗ് ലൈനോട് കൂടിയാണ് ആ വീഡിയോ ഇടുന്നത്. മറ്റാരും എടുത്തിട്ടാണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്തരത്തിൽ യുവ നേതാക്കന്മാർക്ക് ഇറങ്ങാൻ ഇപ്പോൾ ഷാഫി പറമ്പിലാണ്, രാഹുൽ മാങ്കൂട്ടം, അഖിൽ കഴക്കൂട്ടത്താണെങ്കിൽ അഖിൽ, ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ അഖിലൊക്കെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മിക്ക കല്യാണങ്ങൾക്ക് പോകും, ആദ്യം മുതൽ ഒടുക്കം വരെ അവിടെ കാണുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ ഇത്തരത്തിൽ മറ്റുള്ള ഈ സാറ് പറയുന്നോണം മുതിർന്ന നേതാക്കൾക്ക് ഒരു എല്ലാത്തിനും ഒരു ഗ്യാപ്പ് ഉണ്ട്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്കൊരു ഗ്യാപ്പ് ഉണ്ട്. കാരണം ഈ യുവ നേതാക്കന്മാരുടെ കണക്ക് സഹകരിക്കാനോ കൂട്ടുകൂടാനോ, ഇപ്പം നമ്മൾ ഷൗക്കത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ ഷൗക്കത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടയ്ക്കുണ്ടായിരുന്നു, സ്കൂളിലെ കുട്ടികളുടെ അടുത്ത് പോയി അവരോടൊപ്പം നിന്ന് കളിക്കുന്നത്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുക, അടിത്തട്ടിലുള്ള ജനങ്ങൾ, അതായത് സാധാരണക്കാരിലെ ഓരോ വീട്ടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റണം ഒരു നേതാവിന്. അപ്പോൾ അത്തരത്തിൽ ഓരോ നേതാവിന് അത്തരത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റുമെങ്കിൽ അവിടെ ഒരു ജനപിന്തുണ കിട്ടത്തുള്ളൂ. എന്തുകൊണ്ടാണ് LDF തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഏറ്റവും ഭൂരിഭാഗം വിജയം കൈവരിക്കുന്നത്? അവർക്ക് ഈ അടിത്തറയിൽ നല്ല പ്രവർത്തനമാണ്. അവർ ഏത് മരണത്തിനും കല്യാണത്തിനും എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവർ ഇറങ്ങിത്തിരിക്കും, ഈ പ്രവർത്തകർ ഇറങ്ങിത്തിരിക്കും. ഈ നേതാക്കന്മാർ പാർട്ടി ഓഫീസിൽ നിന്നാണെങ്കിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇവർ ഇറങ്ങിത്തിരിക്കും. ഒന്നും നടക്കത്തില്ലെങ്കിലും കാര്യങ്ങൾക്ക് ഒരു ഓടിക്കൂടും. അത്തരത്തിലൊരു പ്രവർത്തനം BJPയിലോ UDFയിലോ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പം അവരത് പാഠം പഠിച്ചു എന്നുള്ളതാണ്. അവർ ഇത്തരത്തിൽ യുവ നേതാക്കളെ ഇറക്കിക്കൊണ്ട് ഈ ഒരു പക്ഷേ ഓരോ ഈ പറഞ്ഞോണം വാർഡിലേക്ക് ഇറക്കി നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്ത UDFന് നല്ലൊരു നേട്ടം കൊയ്യാനാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രവർത്തകരാണ്, അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഒരു പാർട്ടിയുടെ വിജയം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും വിജയം സ്വിച്ച്. മാത്രമല്ല കഴിഞ്ഞ UDF തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്, ഇവർ ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ വയ്ക്കും, അപരന്മാരെ വയ്ക്കും, ഒന്നിൽ കൂടുതൽ ഈ ഘടകകക്ഷികളെയൊക്കെ ചേർത്ത് ഒന്നിൽ കൂടുതൽ പേരെ വയ്ക്കും. ഇത് ഇവരുടെ ഒരു ഐക്യമല്ല കാണിക്കുന്നത്. കാരണം പല ആൾക്കാരുടെ പേര് ലിസ്റ്റിലിട്ടിട്ട് അപ്പോൾ എല്ലാവരുടെയും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വയ്ക്കും, എന്ത് ചെയ്യും, വോട്ട് വിഹിതം സ്പ്രെഡായി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊന്നും അങ്ങനെയൊന്നും ഒരു ഇതിൽ ഉണ്ടാവാതെ ഈ ഇപ്പോൾ യുവ നേതാക്കൾ ഇറക്കുമ്പോഴത്തേക്ക് അവരൊരു ഏകോപനം ഉണ്ടാക്കുക, ആരെയൊക്കെ ഏതൊക്കെ വാർഡിൽ നിർത്തണം, ആരൊക്കെയാണ് കുറച്ചുകൂടി പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് തന്നെയായിരിക്കും ഓരോ സ്ഥാനാർത്ഥികളെ ഇവർ നിർണ്ണയിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതുപോലെ തന്നെയായിരിക്കും യുവതലമുറയെ ഇറക്കുവാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു ഭൂരിപക്ഷം UDFന് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം യുവാക്കളുടെ ഇടയിൽ ഒരു ഐക്യമുണ്ട്. ഒരു പക്ഷേ UDFിലെ ചില കലഹങ്ങൾ ഒഴിവാക്കുന്ന ഈ മുതിർന്നവരുടെ ഇടയിലുള്ള കലഹങ്ങൾ പോലെ ഇപ്പം ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ്സിൽ അങ്ങനെയൊന്നും വലിയ കലഹങ്ങളില്ല, അവർ തമ്മിൽ ഒരു ഐക്യമുണ്ട്. ഇനി ഈ 30 സീറ്റുകൾ ഈ 14 ജില്ലകളിലായിട്ട് യുവനിരയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ 30 സീറ്റുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലും തുടങ്ങിയാൽ ഉദുമ, തൃക്കരിപ്പൂരൊക്കെ എന്ന് പറയുന്നത് CPMൻ്റെ കോട്ടയാണ്, പയ്യന്നൂര്, പേരാമ്പ്ര, കണ്ണൂര്, കോഴിക്കോട് സൗത്തും നോർത്തും, ബാലുശ്ശേരിയിൽ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ്റെ കണവനാണ്. ആര്യ രാജേന്ദ്രൻ്റെ ഇവിടുത്തെ പേരുദോഷം മുഴുവൻ അവിടെ കണവനും ആൾക്കാർ അതോടുകൂടി വെറുത്തിട്ടുണ്ട്. പിന്നെ തവന്നൂര്, തൃത്താലയിൽ VT ബൽറാമിനെയാണ് നിർത്താൻ പോകുന്നത്. തൃശ്ശൂർ BJPയിൽ നിന്ന് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ മനഃപൂർവ്വം അത് ചോദിച്ചു വാങ്ങിക്കുന്നതാണ്. കാരണം തൃശ്ശൂരിൽ BJPക്ക് കുറച്ച് പ്രതീക്ഷയുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തിരിക്കുന്നത് കൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ BJP പിടിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലുമുണ്ട്. കാരണം കോർപ്പറേഷൻ ഇപ്പോൾ CPMൻ്റെ കയ്യിലാണ്. അത് അവിടെ പിന്നെ മേയറൊക്കെ തന്നെയും ഈ സുരേഷ് ഗോപിയുമായിട്ട് വലിയ അടുപ്പമൊക്കെ സ്ഥാപിക്കുകയും സുരേഷ് ഗോപിയെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്തത് വലിയ വിവാദമായതാണ്. അപ്പോൾ തൃശ്ശൂർ അങ്ങ് പിടിച്ചെടുക്കാം, എടുക്കാം എന്നുള്ള മട്ടിലാണ് സന്ദീപ് വാര്യർ അത് ചോദിച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അമ്പലപ്പുഴ, പിന്നെ കായംകുളത്ത് അരിത ബാബുവിനെയാണ് ഇറക്കാൻ പോകുന്നത്. അരിത ബാബു 2021 മത്സരിച്ചു, വലിയ പിന്നെ ജനപ്രീതി നേടിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസ്സിലെ, ചെറുപ്പക്കാരിയാണ്. അവിടെ ഇപ്പോൾ സിറ്റിംഗ് MLA എന്ന് പറയുന്നത് CPMലെ പ്രതിഭാഗരിയാണ്. CPMലെ വലിയ വിഭാഗീയത നടക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. അവിടെ BJP നേരത്തെ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആരെ നിർത്തണമെന്നുള്ളത്, ശോഭാ സുരേന്ദ്രനെ. കാരണം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ കായംകുളത്ത് വൻ ലീഡ് നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ കാഞ്ഞിരപ്പള്ളി, പുനലൂര്, തിരുവനന്തപുരം,
തിരുവനന്തപുരം എന്ന് പറയും തിരുവനന്തപുരം മണ്ഡലം, അത് വെസ്റ്റ് നോർത്തൊന്നും അല്ല, പഴയ വെസ്റ്റാണ് ഇപ്പോൾ തിരുവനന്തപുരം എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ശബരിനാഥിനെയാണ് നിർത്താൻ പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ശബരിനാഥ് മുമ്പ് 2021 അരുവിക്കരയിൽ നിന്ന് തോറ്റു, CPM സ്റ്റീഫനോട് തോറ്റുപോയി. പക്ഷേ ഈ തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമുള്ളത്, ഇത് CMB ഇത് പിന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സീറ്റാണ്. CMBയിലെ CP ജോണിന് വേണം എന്നുള്ള. അല്ല, മുരളീധരൻ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മുരളീധരൻ വട്ടിയൂർക്കാവിലായിരിക്കും ചോദിക്കുന്നത്. അത് ചോദിക്കുകയല്ല, മുരളീധരൻ അങ്ങ് എടുക്കുമെന്നുള്ള മട്ടിലാണ്. പിന്നെ കഴക്കൂട്ടത്ത് JS അഖില്, പിന്നീട് ചിറയിൻകീഴ്, വർക്കല എന്നീ 30 മണ്ഡലങ്ങളാണ് കോൺഗ്രസിൽ നിന്നുള്ള യുവനിര ഇറങ്ങാൻ പോകുന്നത്.